അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ നമ്മൾ അവസാനത്തെ റമളാൻ അല്ലാഹു ആക്കാതിരിക്കട്ടെ. വരുന്ന റമളാനിൽ ഇവിടെ വരാനും ഇതുപോലെ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും അല്ലാഹു നൽകട്ടെ. കഴിഞ്ഞ വർഷം നമ്മളെ കൂടെ ജീവിച്ച പലരും ഇന്ന് ആദരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം മുറാദും അല്ലാഹു മനസ്സിലാക്കി തരട്ടെ. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അൽഹംദുലില്ലാഹ് നമ്മൾ 5000-ഓളം കസാല ഇറക്കി. കസാല തീർന്നു. ഇത്രത്തോളം ആളുകൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാദങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ ഈ മദ്രസിൽ വന്ന എല്ലാവർക്കും അല്ലാഹു റഹ്മായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോ ഈ മദ്രസ് ഏറ്റവും കൂടുതൽ വീക്ഷിക്കുന്ന സത്യങ്ങളാണ്. ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോ അവരുടെ വീട്ടിലെ ഒരു സന്തോഷം ഉണ്ടാവും. മക്കളെങ്കിലും തട്ടി മാറ്റി മക്കൾ മാനിക്കും. നമുക്കില്ല അരി വരുന്നുണ്ട്. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അരിക്കുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആര് എന്ത് പറഞ്ഞാലും മരിക്കുന്നത് വരെ സ്വലാത്തുൽ ഫാത്തിഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. കൂടുതലൊന്നും പറയുന്നില്ല, സമയം നമുക്ക് കുറവാണ്. പറയാനുള്ളത് ആദ്യം ഇൻഷാ അല്ലാഹ് ഒരു കുപ്പി തേന് വാങ്ങിക്കും. നമ്മളെ യതീമക്കളെ ഭരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പന്തലിനും മൈക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. ഈ തേനിൽ എന്തെങ്കിലും കിട്ടുന്ന നമുക്ക് ദീനത്തൊക്കെ ഉപകരിക്കും. ഇൻഷാ അല്ലാഹ് കഴിയുന്നവർക്ക് 1-2 കുപ്പി തേന് വാങ്ങാൻ. നമ്മളൊക്കെ നോമ്പുകാരാണ്. അൽഹംദുലില്ലാഹ് നമുക്ക് കുറച്ച് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ഇസ്തിഗ്ഫാർ ചൊല്ലി ദുരൂദ അത് കഴിക്കുന്നതോടുകൂടി അല്ലാഹു നമ്മളെ എല്ലാവരും അല്ലാഹു ശിഫയാക്കി തരട്ടെ. പിന്നെ പറയാനുള്ളത്, ഇന്ന് വയനാട് ജില്ലയിൽ ഒരു കുടുംബം എന്നെ ബന്ധപ്പെട്ടിരുന്നു. വാപ്പയില്ലാത്ത, ഉമ്മയില്ലാത്ത, ആങ്ങളമാരില്ലാത്ത ഒരു രോഗിയായ, ഒരു ദിവസം ജോലിക്ക് പോയാൽ 300 രൂപ കിട്ടുന്നത് കൊണ്ട് തന്റെ 2 മക്കളെയും 3 മക്കളെയും പോറ്റുന്നൊരു ഉമ്മ വയനാട് ജില്ലയിൽ പൊടുതന പഞ്ചായത്തിൽ അച്ചൂർ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് എസ്റ്റേറ്റ് പാടിയിൽ ജീവിക്കുന്ന ഒരു ഉമ്മ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, തങ്ങളെ ദുനിയാവിൽ ഈ ആഗ്രഹം വാക്കില്ല. എന്താ വെച്ചു? ഒരു വീടില്ല. ഒരു വീടുണ്ടാക്കി മരിക്കണമെന്നാണ് എന്റെ ഉമ്മാന്റെ ആഗ്രഹം. അത് അല്ലാഹു എനിക്ക് സാധിപ്പിച്ചു തന്നില്ല. ഒരുപാട് ആളുകളുടെ മുന്നിൽ കൈനീട്ടി ഒരു 4 സെന്റ് സ്ഥലം വാങ്ങാനുള്ള ഗതി എനിക്കില്ല തങ്ങളെ. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളെ പറഞ്ഞ് നമ്മൾ അറിയുന്ന കുടുംബം വളരെ ദാരിദ്ര്യം, യതീമിനേക്കാൾ യതീമാണ്. അൽഹംദുലില്ലാഹ് ആ സഹോദരി പറഞ്ഞപ്പോൾ ഒരുപാട് വിഷമം തോന്നി. അങ്ങനെ അവരോട് പറഞ്ഞ്, നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു സ്ഥലം പോയി തേടിയെടുക്ക. നിങ്ങൾ അന്വേഷിച്ചൊരു സ്ഥലം 4-5 സെന്റ് സ്ഥലം നിങ്ങൾ അന്വേഷിക്കും. ഇൻഷാ അല്ലാഹ് അതിന്റെ പൈസ ഞാൻ കൊടുത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സ്ഥലം ഞാൻ വാങ്ങിത്തരാന്ന് പറഞ്ഞു. ആ കുടുംബം സ്ഥലം അന്വേഷിച്ച് നടന്നു. സ്ഥലം കിട്ടി. അൽഹംദുലില്ലാഹ് അതിന്റെ ആധാരം ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടുന്ന് ആ കുടുംബത്തിന് കൈമാറും. ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അതിന്റെ ആധാരം എഴുതാൻ കൊടുത്തിട്ട് 10-15 ദിവസമായി. ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല നമ്മൾ കൊടുക്കുന്നതൊന്നും. പക്ഷേ നിങ്ങൾ ട്രസ്റ്റിലെ പൈസ സ്വന്തം പൈസ കൊണ്ട് വാങ്ങിയ, നമ്മൾ യതീമായി വളർന്നതാണ്. പക്ഷേ മറ്റുള്ളൊരാളെ മുന്നിൽ കൈ നീട്ടുമ്പോ ഇത്ര വിഷമമുണ്ടാവും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് പലതും പറഞ്ഞു.
പല പ്രയാസങ്ങളും പറഞ്ഞ് നമ്മളെ വേട്ടയാടുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതൊന്നും വലിയൊരു വിഷയമല്ല. ഇന്ന് വരെ ആര് വേട്ടയാടിട്ട് എനിക്കൊരു സങ്കടം ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തോടെ കുടുംബം നമുക്കൊക്കെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പിന്നെ മക്കൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അൽഹംദുലില്ലാഹ് നൂറെ ഹബീബിന്റെ മുത്തുമണികൾക്ക് മാത്രമായി കൊണ്ടത് മനോഹരമായ ഒരു ഹിഫ്ള് കോളേജ്. അത് കണ്ടങ്ങൾ അന്തം വിടും. പെണ്ണ് വിളയുന്ന മണ്ണ. അതിമനോഹരമായ പിന്നെ പെൺകുട്ടികൾക്ക് ഒരു ഹിഫ്ള് കോളേജ് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നമ്മൾ ആരംഭിക്കും. അതിനുള്ള സ്ഥലം നമ്മൾ വിലക്ക് വാങ്ങി ആ സ്ഥലം ഒന്ന് നമ്മൾ കാണിച്ചു തരാം. ശ്രദ്ധിച്ചിട്ട് സ്ക്രീനിക്ക് നോക്കിക്കോളി. നമ്മളെ മക്കൾക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ ഒരു ആഗ്രഹം പറയട്ടോ. ആയിട്ടില്ല, ഒരു ആഗ്രഹം പറയാണ്. അവിടെ ഒരു ഹിഫ്ള് കോളേജ് പെൺകുട്ടികൾക്ക് പാവപ്പെട്ട ഉമ്മമാരെ താമസിപ്പിക്കുന്ന ഒരു ബിൽഡിംഗ്, പിന്നെ കുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് ഹിഫ്ള് കോളേജ്, ഒരുപാട് പദ്ധതികളുണ്ട്. ഇൻഷാ അല്ലാഹ് വിചാരിച്ചാൽ നടക്കും. ഇന്നലെ ഞാൻ ഹിഫ്ള് കോളേജിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഹിഫ്ള് കോളേജിന്റെ കാര്യം പറഞ്ഞ് ഞാൻ ആ സ്ഥലത്തുകൂടെ റെഡിയായി തിരിച്ചവിടെ വന്നപ്പോൾ ഒരാള് 75,000 ഒരവസ്ഥ. എല്ലാവരും അസൂയ എന്തായാലും നമുക്ക് പൈസ കിട്ടുന്നതാണ്. ആൾക്കാരാണ് കടക്കാരി കൊടുന്നേരും. നമ്മൾ എന്താ ചെയ്യാ? ഞാൻ വേണ്ടാന്ന് പറയും, എന്നാലും പറ്റുന്ന. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സമ്പത്തൊന്നും നമുക്ക് വേണ്ട. അള്ളാഹു ഒരാള് വിഷമിപ്പിക്കാതെ ഒരു ഉറുപ്പ പോലും ഡൊണേഷൻ വാങ്ങാതെയാണ് മക്കളെ പഠിപ്പിക്കുന്നത്. നൂറെ ഹബീബ് നൂറെ ഹബീബ് മുത്തുമണികൾക്ക് വാങ്ങിയ സ്ഥലമുണ്ട്. ഹിഫ്ള് കോളേജ് കാണാൻ പറ്റുമോ? മൊബൈലിലുണ്ടല്ലോ, മൊബൈലില്ലേ? ആ സ്ഥലത്ത് കാണിച്ചു കൊടുക്കാം. കേട്ടോളൂ. നൂറെ ഹബീബിന്റെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. നൂറെ ഹബീബ് മുത്തുമണികളെ റാഹത്തല്ലേ, അല്ലാഹ് റാഹത്ത് സന്തോഷം അല്ലാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. അതില് ഏറ്റവും വലിയൊരു നന്മയിലേക്കാണ് ഇപ്പോ നൂറെ ഹബീബ് മുത്തുമണികൾ കാലെടുത്ത് വെക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇവരോടൊക്കെ ഞാൻ അഭിപ്രായങ്ങൾ ചോദിച്ചു. ഈ മക്കളെ ഹിഫ്ളിന്റെ കാര്യം ആയതുകൊണ്ട് അല്ലേ ഇവരൊക്കെ വളരെ ആക്റ്റീവാണ്. കാരണം കുറച്ച് കുട്ടികളെ അപ്പൊ നമ്മള് നൂറെ ഹബീബിന്റെ മുത്തുമണികളെ പഠിപ്പിക്കാൻ ഹിഫ്ള് കോളേജ് ഇൻഷാ അല്ലാഹ് അതിന്റെ സംരംഭത്തിലാണ്. അപ്പൊ അതിന് നമ്മള് വിലക്ക് വാങ്ങിയ സ്ഥലം, ബിൽഡിംഗ് ഒക്കെ നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൽ നമുക്ക് പെൺകുട്ടികളെ ആൺകുട്ടികളെയും പോലെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഭാവിയിൽ പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സ്ഥലത്തൊന്ന് കാണിച്ചു തരികയാണ്. നമ്മൾ വെറുതെ നൂറെ ഹബീബിന്റെ സ്ഥലമാണ് ഇത്. ഉമ്മാക്കും പാപ്പാന്റെ പേരില് ഹിഫ്ള് നടത്താൻ വേണ്ടി മുമ്പ് നിശ്ചയിച്ച് തീരുമാനിച്ചു. പിന്നെ നമ്മളതിന്ന് ചില സാങ്കേതിക കാരണങ്ങളൊക്കെ പിന്മാറിയതാണ്. ഇൻഷാ അല്ലാഹ് ഇപ്പൊ നമ്മള് വീണ്ടും ഇൻഷാ അല്ലാഹ് അള്ളാഹുടെ കലാണിത്. കാരണം ഞാൻ ഇത് പിന്നെ പാപ്പാന്റെ മകത്തിൽ നടത്താൻ വേണ്ടി വാങ്ങിയതല്ലേ. ഇതിലെ ട്രസ്റ്റിന്റെ പൈസ ഒന്നുമില്ല കേട്ടോ, വാങ്ങിയിട്ടൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് അപ്പൊ ഇതിൽ നമ്മള് പിന്നെ ഇവരൊക്കെ സമ്മതത്തോടു കൂടി ഇൻഷാ അല്ലാഹ് ഹിഫ്ള് കോളേജ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുടങ്ങാൻ വേണ്ടി അപ്പൊ സ്ഥലം കാണിക്കാം എന്നുള്ള ധൈര്യത്തോടു കൂടിയാണ് ഇപ്പൊ വന്നത്. അപ്പോൾ ഇതിന്റെ എൻട്രൻസ് നമ്മള് നടന്നു വന്ന വഴികളാണ്. പിന്നെ നമ്മളെ എന്റെ വലിയൊരു ആഗ്രഹമാണ് ഈ രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഹിഫ്ള് കോളേജും, രണ്ടാമത് എത്തിയ മക്കളെ നൂറെ ഹബീബിന് കുറെ പാവങ്ങളുണ്ട് പോലെ കൊടുത്ത് താമസിപ്പിക്കാൻ ആഗ്രഹമാണ്. പക്ഷെ ഞാൻ ഭാവിയിൽ എന്ത് ചെയ്യും, അത് നമ്മള് കുട്ടികൾ കളിക്കാൻ ആധുനിക സൗകര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ അവർക്ക് കളിക്കേണ്ട രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്ത് കൊടുക്കും. ഇത് നമുക്ക് 2 ഏക്കറിന്റെ അടുത്തുണ്ട്.
സ്ഥലം കണ്ടങ്ങള് കണ്ടോ എങ്ങനെയുണ്ട് പാട്ടല്ലേ അത് നൂറെ ഹബീബിന്റെ പേരില്ല നമ്മളെ മക്കളെ അതിൽ പഠിപ്പിക്കുന്ന ഇൻഷാ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അപ്പൊ അതല്ല വിഷയം. തുടങ്ങാന്ന് പറഞ്ഞപ്പോ ഒരുപാട് ആളുകളാണ് തുടങ്ങാന്ന് പറഞ്ഞപ്പോ തന്നെ ഒരുപാട് ആളുകളാണ് വരുന്നത്. എന്താ ചെയ്യാന്നറിയില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.